ഞാനൊരു കാര്യം കാണിച്ചുതരാം. അടിപൊളി അടിപൊളി. പൊട്ടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, തോടൊന്നും വീഴാൻ പാടില്ല. അതെ, തോട് വീണ് കഴിഞ്ഞാൽ പണി കിട്ടും, വയറുവേദന എടുക്കും. അയ്യോ, കറക്റ്റായിട്ട് തോട് വീണ്. ഇങ്ങനെ നമ്മളുണ്ടാക്കിയ കേക്ക് രാവിലെ ഞാൻ അപ്പം കഴിക്കുന്നു. പക്ഷെ എനിക്ക് അപ്പം അല്ല വേണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് കാരണം ഉപ്പുമാവ് വേണമെന്ന് പറഞ്ഞത് കാരണം ഉപ്പുമാവ് ഉണ്ടാക്കുന്നു. ഉപ്പുമാവും പപ്പടം, പഞ്ചസാര അതിനകത്തിട്ടുണ്ട്. പഞ്ചസാര ഇട്ടോ? എനിക്ക് പഞ്ചസാര വേണ്ട. കഴിക്കണ്ട, പഞ്ചസാര വേണ്ട. ചുമ്മാ പറഞ്ഞു പഞ്ചസാര ഉണ്ടോന്നോ. പഞ്ചസാര ഇല്ല. നേരത്തെ പഞ്ചസാര ഇട്ട ഒരു ടേസ്റ്റ് കാണത്തില്ല പപ്പടത്തിൻ്റെ കൂടെ. പപ്പടം നമ്മുടെ പപ്പടം എടുത്ത് ഉപ്പുമാവിനകത്തിട്ട് ഇങ്ങനെ പൊടിച്ച് 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 കുഴച്ച്. അപ്പോൾ എന്ത് പടി? അപ്പം കറിയും പഞ്ചസാരയും. കറിയുണ്ട്, പഞ്ചസാരയുണ്ടോ? ഓണം സ്പെഷ്യലായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പോവുക. അപ്പം ഞങ്ങളിവിടെ 4 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. 4 കപ്പ് മൈദാമാവ് എടുത്തത് കൊണ്ട് തന്നെ പഞ്ചസാര 1.5 കപ്പാണ് എടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ 2 കപ്പിന് 3/4 കപ്പ് വീതം. അപ്പം 4 കപ്പാകുമ്പോൾ 1.5 കപ്പ്. നമ്മളിപ്പോൾ 7 എണ്ണം എടുത്തിരിക്കുന്ന പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇട്ടു. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എന്താ പറയുക, ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ. ഓപ്പൺ ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാനാ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുവാണേ. ഞാനൊരു കാര്യം കാണിച്ചുതരാം. അടിപൊളി അടിപൊളി. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ 1/4 ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം 2 തവണ ഇട്ട് കൊടുക്കണം. 2 തവണ ഇട്ട് കൊടുക്കുമ്പോൾ 2 കപ്പ് മൈദ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞങ്ങൾ 4 കപ്പ് എടുത്തുകൊണ്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടു. ഓക്കെ, ഇനി അടുത്ത ഐറ്റം. ഫുഡ് കളേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി ഇട്ടാലും കളർ കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ മഞ്ഞപ്പൊടി എടുക്കുന്നത്. അതാകുമ്പോൾ കെമിക്കലൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ആഡ് ചെയ്യണമെങ്കിൽ ഫുഡ് കളർ മേടിച്ച് ചേർക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇത് നിങ്ങൾക്ക് കളർ കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മൈദാമാവും ബേക്കിംഗ് സോഡയും ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് 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 മിക്സ്. ഒരു കളർ സെറ്റായി വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കളർ മാത്രമല്ല, എല്ലാം ഒന്ന് ബേക്കിംഗ് സോഡ എല്ലാം. അപ്പോൾ ഇനിയിപ്പം നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇത് നല്ലതുപോലെ ഇപ്പം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കണം. ഓരോന്നായിട്ട് ഇപ്പം വീഴുന്നതായിരിക്കും. 1 2 3 4. മുട്ടയൊക്കെ പൊട്ടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, തോടൊന്നും വീഴാൻ പാടില്ല. അതെ, തോട് വീണ് കഴിഞ്ഞാൽ പണി കിട്ടും, വയറുവേദന എടുക്കും. അയ്യോ, കറക്റ്റായിട്ട് തോട് വീണ്. അതാണ് നമ്മൾ ചെയ്യരുതെന്ന് പറയുന്നത്. നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ വീണു. അത് കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ ചെയ്താൽ മതി. ഇപ്പൊ വീഡിയോ എടുക്കുകയും കൂടെ ചെയ്യുന്നതുകൊണ്ട് ഇത് ചെയ്യാൻ പാട് കാരണമാണ് തോട് വീണത്. കാര്യം വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കൈ അവിടെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പുറത്തൂടി ഇങ്ങനെ പിടിച്ചേക്കുമായിരുന്നു. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്ത് വെച്ച് ഇത് ഇത്രയും ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി കുഴച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് കളർ അറിയാൻ പറ്റും കുറച്ച്. അപ്പോൾ എനിക്കൊന്ന് വീഡിയോയിൽ അത്രയും കാണാൻ പറ്റത്തില്ലായിരിക്കും. നിങ്ങൾക്ക് കളർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മഞ്ഞപ്പൊടി ഇടാം. ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ട് കാണാം. മിനിമം 2 മണിക്കൂറാണ് വേണ്ടത്. 2 മണിക്കൂറിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. മിനിമം 2 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റിംഗ് ടൈമാണ്. ഇതിപ്പോൾ ഞാൻ ഇതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മാവൊന്ന് ഇട്ട് കൊടുത്തേ കേട്ടോ ലാബിൽ.
നമ്മൾ സ്ലാബൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് അവിടെ മൈദാമാവ് തന്നെ ഒന്ന് വിതറി കൊടുത്തിട്ട് അതിന് പുറത്ത് വെച്ചാണ് ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കുന്നത്. ഇത് നമ്മുടേതായ റെസിപ്പിയാണ് കേട്ടോ, വേറെ അത് എടുത്തു പറയണം അല്ലേ? അതെ, പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്, ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇത് കട്ട് ചെയ്ത് ഒന്ന് സെറ്റാക്കിയിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഒരെണ്ണം നമ്മൾ പരത്തിയെടുത്ത് മൊത്തം നമ്മൾ പരത്തിയെടുത്തായിരുന്നു, അതിന്റെ പകുതി നമ്മൾ എടുത്തിട്ട് അതൊന്ന് റോൾ ചെയ്ത് കാണിക്കുക. ഇങ്ങനെ റോൾ ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ പിന്നെ കട്ട് ചെയ്യുന്നത്. ഇതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ള എനിക്ക് തോന്നിയത്. നമ്മളിങ്ങനെ എടുത്തിട്ടേ ജസ്റ്റ് നിങ്ങൾ കൈകൊണ്ട് പതിക്കിയാൽ മതി. ഇത് ഇങ്ങനെ ഒന്ന് പതുക്കി കൊടുക്കണം. കണ്ടോ, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരുന്നേ ഉള്ളൂ. ഇതുപോലെ നമുക്കൊന്ന് ഒരു രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ ഞാൻ പിന്നെ ഒരു ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് സിമ്പിളാണ്, ഓരോ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്യാം. കറക്റ്റ് സ്ക്വയർ ആണെന്ന് ചോദിച്ചാൽ അതൊന്നും നമുക്കറിയത്തില്ല, നമ്മളങ്ങനെ കട്ട് ചെയ്ത് പോകുന്നു. നമുക്ക് എത്ര സൈസിൽ വേണം അതിന്റെ വീതി കൂടുന്ന അനുസരിച്ച് വലിപ്പം കൂടും, സാധനത്തിന്റെ വലിപ്പം കൂടും. കണ്ടോ, ഇതേപോലെ വെട്ടിയെടുക്കും. ഇങ്ങനെ വരുന്ന പീസ് നമ്മളിത് സ്ക്വയർ ആക്കി എടുക്കും, അല്ലെങ്കിൽ വീണ്ടും കുഴച്ച് ആ ഒരു ഷേപ്പ്. ഇത് ബാലൻസ് നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മൾ അടുത്തതിന്റെ ഇതിനകത്ത് നമ്മൾ എടുക്കാറുണ്ട്, അടുത്തതിൽ വരുമ്പോൾ എടുക്കും. ഇനി സിമ്പിളാണ്. ഇനി നമുക്ക് എങ്ങനത്തെ ഷേപ്പ് വേണം എന്നുള്ളത് ഉദ്ദേശിച്ച് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇങ്ങനെ ഓപ്പൺ ആയി വരും, ഇവിടുന്ന് കട്ട് ചെയ്യുമ്പോൾ ചെറുതാവും, ഇവിടുന്ന് കട്ട് ചെയ്യുമ്പോൾ വലുതാവും. ഏത് ടൈപ്പ് വേണമെന്ന് നമ്മൾ പിന്നെ രണ്ട് സൈഡിലും കട്ട് ചെയ്യുന്ന ടൈപ്പും ഉണ്ട്. പിന്നെ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ രണ്ട് കട്ടിട്ട് കൊടുത്താൽ അങ്ങനെയും വരും. പക്ഷേ ഏറ്റവും ഭംഗി വരുന്നത് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. കണ്ട, ഇതുപോലെ ഇങ്ങനെ നമുക്ക് തുറന്ന് വലിയ കേക്ക് കിട്ടും. ഞങ്ങൾ 3 രീതിയിലും കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു രീതിയാണ് കട്ട് ചെയ്യുന്നത്. അടുത്തൊരു രീതി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ലതുപോലെ അങ്ങ് തുറന്നു വരും. പക്ഷേ ഇത് കണ്ടോ, കേക്കിന് ഇത് എന്താണ്, ഒരു ഷേപ്പ് വരത്തില്ല. ഷേപ്പിന്റെ മാത്രമല്ല, കുഞ്ഞു കേക്ക് എന്ന് പറയുന്നില്ല, അതുപോലെ ഇത് ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കേക്കില്ലേ, ഇങ്ങനെ വലുതായി വരുന്ന കേക്ക്, അതുപോലെ ഇരിക്കും. ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ കട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പറയുന്നത് രണ്ട് സൈഡിൽ കട്ട് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇവിടെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഫ്ലവർ കണക്ക്, ചിലർ കാണില്ലേ ഫ്ലവർ കണക്ക് ചെയ്യുന്നു, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്, എനിക്കും കുറച്ചുകൂടെ നമുക്ക് നല്ലത് ഇതാണ്, ഈ രീതിയാണ്. കുറച്ച് അകത്തൊക്കെ എണ്ണ പോയിട്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുന്ന ഒരു രീതിയായത്. അപ്പം നമുക്ക് എന്തായാലും ഇത് രണ്ട് സൈഡിലും കട്ട് ചെയ്ത് കാണിച്ചത്. അത് പക്ഷേ ഇങ്ങനെ കയ്യിൽ വെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല, തറയിൽ വെച്ചിട്ട് ഇങ്ങനൊരു കട്ട്. പിന്നെ അപ്പുറത്ത് ഇത് വിട്ടു പോരുത്, നടുക്ക് കുറച്ച് സ്പേസ് വേണം. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് 3 വെറൈറ്റിയാണ്. അപ്പോൾ ഈ 3 ആദ്യം തന്നെ നമുക്ക് പൊരിച്ച് കാണിച്ചു തരാവേ. നമ്മൾ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച്, ഇനി എണ്ണ തിളച്ച് വന്നതിന് ശേഷം തീ കുറച്ചിട്ടാണ് ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇതിടുന്നത്. എണ്ണ നല്ല ചൂടായി, ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇടണം. മാക്സിമം ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. ഒന്നിട്ടു, രണ്ടാമത്തെ ഷേപ്പ് ഇട്ടു. ഇതിനകത്ത് ഇടാൻ സ്ഥലം ഉണ്ടായതുകൊണ്ട് ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റായപ്പോൾ പൊങ്ങി വരുന്നുണ്ടോ? പലതിനും പല ഷേപ്പാണ്. അതെ, ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇവിടെ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുക, തീർന്നു. പക്ഷെ തട്ടിനകത്ത് സാധനമില്ല. ഞാൻ ഇവിടുന്ന് പൊരിക്കുന്നു, അങ്ങോട്ട് ഇടുന്നു, ഇട്ടിട്ട് പിന്നെ അടുത്ത സെറ്റ് വന്ന് ഞാൻ ഇട്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അതിനകത്ത് സാധനമില്ല. ഒരു സൈഡിൽ കൂടെ ഈ നിൽക്കുന്ന സാധനം ഒരു സൈഡിൽ. ഞാൻ മാത്രമല്ല കഴിക്കുന്നത്, ഞാൻ കഴിച്ചു, അമ്മയ്ക്ക് കൊടുത്തു, അച്ഛന് കൊടുത്തു, നമ്മളെല്ലാവർക്കും കൊടുക്കണ്ടേ. എനിക്കൊന്ന് പൊടിച്ചു തരുമ്പോഴേ ടേസ്റ്റ് നോക്കി എനിക്കൊന്ന് ടേസ്റ്റ് നോക്കി അതിനകത്തങ്ങ് ഒന്നുമില്ല. നോക്കി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആ ഷേപ്പ് ഒന്ന് കാണിച്ചു കൊടുത്തു വെച്ചു. ഈ ഷേപ്പ് ഞാൻ പറഞ്ഞില്ലേ, കട്ട് ചെയ്ത് 2 സൈഡ് കട്ട് ചെയ്തത്, പൂ പോലെ. പിന്നെ ഈ ഷേപ്പ്
പക്ഷേ ഏറ്റവും നല്ല ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഏറ്റവും നല്ല ഷേപ്പിൽ വന്നേക്കെ കഴിച്ച് നല്ല രീതിയിൽ വന്ന എല്ലാം കഴിച്ചിട്ടുണ്ട് ഇവരെല്ലാം. ഇപ്പൊ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് എണ്ണം കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ട് ചെറുതാക്കി. ആ ചെറുതാക്കിയത് ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതും കട്ടൻ ചായയും കൂടി ഇട്ട് കഴിക്കണം. കട്ടൻ ചായയും കൂടി ഇട്ട് കഴിക്കണം. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ കേക്ക് ഇതാണ്. ഒരു മിനിറ്റ്, ഞാൻ ഫ്ലാഷ് ഇട്ടിട്ടില്ല, ഓൺ ആക്കിയിട്ടില്ല. ഒരു മിനിറ്റ് ഒന്ന് ഓൺ. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ കേക്ക്. എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല മണമുണ്ട് കേട്ടോ. ഇപ്പോഴും നല്ല മണമുണ്ട്. കഴിച്ചു നോക്കേ എങ്ങനെയുണ്ടെന്ന്. തണുത്തോ? തണുത്തു പോയോ? എല്ലോ ടേസ്റ്റ് എങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റ്. പുറമേ നല്ല ക്രിസ്പിനെസ്സും അകത്ത് സോഫ്റ്റും. ഇന്നലെ ആയിരുന്നു ഇത് മൊത്തം. ഒരു കാര്യം മറന്നുപോയി. ഇതിനകത്തേ നമ്മൾ 3 ഷേപ്പ് ഉണ്ടാക്കിയായിരുന്നു. നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു 3 ഷേപ്പായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതാണ്ട് ഇതൊരെണ്ണം പറഞ്ഞില്ലേ, ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞൊരെണ്ണം കാണിച്ചില്ലേ? ഇതാണേ. പിന്നെ നമ്മൾ പിന്നെ ഏതായിരുന്നു വെച്ചു അത്? പിന്നെ ഏതായിരുന്നു? ഇത് റൗണ്ടിൽ ചെയ്തതാണ്. റൗണ്ട് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്തെടുത്ത് ഇതൊരു ഷേപ്പ് ആക്കിയെടുത്ത്, ഒരു ഫ്ലവർ ഷേപ്പ്. പിന്നെ ഒന്നും കൂടെ ഉണ്ടായിരുന്നല്ലോ, അതേതാ? പിന്നെ നമ്മൾ റെഗുലറായിട്ട് ഉണ്ടാക്കുന്ന സാധനം ഞാൻ പറഞ്ഞില്ലേ, റെഗുലറായിട്ട് ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ ഒരു ഷേപ്പാണെന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് മേടിക്കുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ലാസ്റ്റ് വന്ന സാധനം ഇട്ട് ചെയ്ത് അത് കരിഞ്ഞു പോയി. ഞാൻ എന്നിട്ട് അങ്ങോട്ടും പോയി. ഇത് തന്നെയാണ് നമ്മൾ കൂടുതലും ഇങ്ങനത്തെ ഈ ഒരു ഷേപ്പ് തന്നെയാണ് നമ്മൾ സാറിന് കിട്ടുന്ന. ഇതാണ് ഷേപ്പ്, കണ്ടോ? കുഞ്ഞായിട്ടാണ് നമ്മൾ ചെയ്തത്, വലുതായിട്ടൊന്നും അല്ല അല്ലേ? കുഞ്ഞു പീസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലുതായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ലതുപോലെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കണക്കാവും. അതെന്താ അറിയോ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞു ചട്ടിക്കകത്ത ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ലൊരു ഇതായിട്ട് വരത്തില്ല, നല്ല ഇതായിട്ട് വരത്തില്ല. നമ്മൾ കുഞ്ഞു ചട്ടിക്കകത്ത് ഇടുമ്പോഴത്തേക്ക് പ്രശ്നം എന്ന് വെച്ചാൽ എണ്ണയ്ക്കകത്ത് ഇത് മുങ്ങി കിടന്ന് അങ്ങനെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ കട്ടിങ് ഓപ്പൺ ആയി വന്ന് വിരിഞ്ഞ് വലുതായി വരണം. പുറത്തുനിന്ന് വെട്ടം അടിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, എന്നെ കാണാൻ പറ്റുമല്ലോ അല്ലേ? എന്നെ കാണാമല്ലോ. അപ്പം ഞാൻ എന്തായാലും കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്നുകൂടെ കഴിച്ചു നോക്ക്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങളുടെ കൊല്ലത്ത് എഴുത്താണിക്കടയിൽ ഈ കേക്ക് ഭയങ്കര ഫേമസ് ആണ്. ഞങ്ങൾ എപ്പോൾ അതുവഴി പോയാലും മേടിക്കും കേട്ടോ. അത് നമ്മൾ ഇതിനെക്കാട്ടി ടേസ്റ്റ് കൂടും. കാര്യം എന്ന് വെച്ചാൽ താറാമുട്ടയിട്ടാ ചെയ്യുന്നത്. നമ്മൾ കോഴിമുട്ട യൂസ് ചെയ്താൽ ചെയ്യുന്നത്. കോഴിമുട്ടയെക്കാട്ടിയും താറാമുട്ട ഇടുന്നു വേറൊരു ടേസ്റ്റ് ആട്ടോ. അത് അടിപൊളി കേൾക്കാം. പക്ഷെ എന്താ പറയാ, നമുക്ക് ഓവറായിട്ടൊന്നും കഴിക്കാനൊന്നും പറ്റില്ല. ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മതിയാവും. പിന്നെ മുട്ടയുടെ സ്മെല്ല് കൂടുതലായിട്ടും വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എസൻസ് ചേർക്കാം, വാനില എസൻസ് ചേർക്കാം. ചേർത്ത് കഴിഞ്ഞാൽ അത് കിട്ടും. പക്ഷെ എനിക്കിങ്ങനെ ഇഷ്ടം. പിന്നെ ഞങ്ങളുടെ എഴുത്താണിക്കടയിലെ കേക്ക് ഭയങ്കര ഇഷ്ടം. എഴുത്താണി കേക്ക് മാത്രമല്ല സ്പെഷ്യലായിട്ടുള്ളത്, മട്ടൻ്റെ അടിപൊളിയാണ് മട്ടൻ.